വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഇൻട്രഡക്ഷൻ ടു ഹീമോഡൈനാമിക്സ് ആൻഡ് ഇലക്ട്രോഫിസിയോളജി ഓഫ് ഹാർട്ട് ആണ്. എങ്ങനെയാണ് ഹേർട്ട് വർക്ക് ചെയ്യുന്നത്, പിന്നെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എളുപ്പമാണ് കേട്ടോ, ഒന്നുമില്ല. പക്ഷേ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. സോ ഹീമോഡൈനാമിക്സ് റെഫേഴ്സ് ടു സ്റ്റഡി ഓഫ് ബ്ലഡ് മൂവ്മെന്റ് ത്രൂ ദ സർക്കുലേറ്ററി സിസ്റ്റം. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലൂടെ ബ്ലഡ് കടന്നു പോകുന്ന രീതിയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്ന രീതിയാണ് ഹീമോഡൈനാമിക്സ്. അവിടെ ഫിസിയോളജിക്കൽ പ്രിൻസിപ്പിൾ ഉണ്ട്, എങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. ഇനി എന്താണ് കാർഡിയോവാസ്കുലർ സിസ്റ്റം? ഹാർട്ട്, ബ്ലഡ് വെസൽസ്. സോ ഹാർട്ടിലൂടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നു, ഈ ഒരു പരിപാടിയാണ്. ഫംഗ്ഷൻസ് ഓഫ് ബ്ലഡ് നിങ്ങൾക്ക് അറിയാം, ഗ്യാസ്, ന്യൂട്രിയൻസ്, വേസ്റ്റ് പോകുന്നു, ആൻഡ് pH, ടെമ്പറേച്ചർ, വാട്ടർ ബാലൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്. ഈ കാര്യങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഹീമോഡൈനാമിക്സിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് കൈനറ്റിക് എനർജി, അതായത് മോഷൻ ഓഫ് ബ്ലഡ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, എത്ര ഫോഴ്സിൽ മൂവ് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ ഉണ്ട്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുന്നു, അതായത് സിസ്റ്റോൾ സമയത്ത് എത്രത്തോളം വെസൽസ് സ്ട്രെച്ച് ചെയ്യുന്നു, അത് മാത്രമല്ല അത് തിരിച്ചെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു, അതിൻ്റെ കൂടെ കൈനറ്റിക് എനർജി എങ്ങനെ അത് യൂസ്ഫുൾ ചെയ്യുന്നു എന്നുള്ളത്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് അഫക്ട് ബ്ലഡ് പ്രഷർ ഡ്യൂ ടു ലിക്വിഡ് വെയിറ്റ്. സോ നമുക്ക് ഓൾറെഡി അറിയാം, ലിക്വിഡാണ്, കടന്നു പോകുന്നുണ്ട്, ഓൾറെഡി ഒരു ഗ്രാവിറ്റേഷണൽ പുൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രത്തോളം വെയിറ്റ് എക്സേർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതും അതിൽ ബാധകമാണ്, സ്ട്രെച്ചിങ് ബാധകമാണ്. ആൻഡ് വിസ്കോസിറ്റി, ചില ആൾക്കാരുടെ ബ്ലഡ് ഭയങ്കര തിക്കനായിരിക്കും, അപ്പോൾ ആന്റി തിക്കനിങ് ഏജന്റ് ഡ്രഗ്സുകളൊക്കെ കൊടുക്കാറുണ്ട്. ഈ തിക്കനിങ് ആകുന്നത് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആകാം, അത് കൊളസ്ട്രോൾ കൂടുന്നതായിരിക്കാം, അങ്ങനെയൊക്കെ. ഇനി ഇനർഷ്യൽ മാസ്, സോ ബ്ലഡ് റെസിസ്റ്റൻസ് ടു ആക്സിലറേഷൻ. സോ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു മോഷൻ ഓൾറെഡി ഉണ്ട്, സോ ഒരു ആക്സിലറേഷനും ഉണ്ട്, അതും ആ സമയത്ത് ബ്ലഡിന് റെസിസ്റ്റൻസ് കാണിക്കാറുണ്ട്. ആൻഡ് ബ്ലഡ് വെസൽ ക്യാരക്ടേഴ്സ്, സൈസ്, കണ്ടീഷൻ, സ്മൂത്ത്നെസ് ഓഫ് ലൂമൻ, എലാസ്റ്റിസിറ്റി ഓഫ് ടൂണിക്ക മീഡിയ ആൻഡ് വാസ്കുലർ ബെഡ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന്. ഇനി കൊറോണറി ബ്ലഡ് ഫ്ലോ. സോ ബ്ലഡ് സപ്ലൈ ടു ഹാർട്ട് പറയാൻ പോകുന്നത് കൊറോണറി ബ്ലഡ് ഫ്ലോ ആണ്. സോ നമ്മൾ കൊറോണറി ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ തന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ, കൊറോണറി സർക്കുലേഷന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ, നമ്മളെ ഹാർട്ട് മസിലിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന സർക്കുലേഷൻ അല്ലെങ്കിൽ മയോകാർഡത്തിലേക്ക് ബ്ലഡ് കൊണ്ടെത്തിക്കുന്ന രീതിയാണ് കൊറോണറി സർക്കുലേഷൻ എന്ന് പറയാം. അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ആർട്ടറീസ് ആണ്. ഓക്സിജൻ ബ്ലഡ് കൊണ്ടുവന്ന ആർട്ടറി ആണ്. അങ്ങനെയാണെങ്കിൽ കാർഡിയാക് വെയിൻ ആയിരിക്കും ഡി ഓക്സിജൻ ബ്ലഡ് തിരിച്ചു കൊണ്ടുവരുന്നത്. അവിടെ റെസ്റ്റിംഗ് കൊറോണറി ബ്ലഡ് ഫ്ലോ ഉണ്ട്, അപ്രോക്സിമേറ്റ് 225 ml per minute ആയിരിക്കും. ആൻഡ് അവിടെ ഫേസിക് ചേഞ്ചസ്, എന്തൊക്കെ മേജർ ചേഞ്ചസ് കൊറോണറി ബ്ലഡ് ഫ്ലോ നടക്കും എന്ന് വെച്ചാൽ ഡയസ്റ്റോളിക്കും സിസ്റ്റോളിക്കുമാണ്. ഡയസ്റ്റോളിക് എന്ന് വെച്ചാൽ കാർഡിയാക് മസിൽ റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ബ്ലഡ് ഫ്ലോ ലെഫ്റ്റ് വെൻട്രിക്കുലർ കാപ്പിലറീസ് വഴി നടക്കുകയാണ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സിസ്റ്റോൾ ആണ്. അവിടെ ഇൻട്രാമയോകാർഡിൽ പ്രഷർ ആ സമയത്ത് കൂടുതലായിരിക്കും. മറന്നു പോകരുത്, ഇൻട്രാമയോകാർഡിൽ അകത്തേക്ക് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. സബ് എൻഡോകാർഡിൽ വെസലിനേക്കാൾ കൂടുതൽ അകത്തേക്ക് എന്ത് ചെയ്യും, അത്രയും പ്രഷർ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഭയങ്കര കംപ്രഷൻ ആയിരിക്കും കേട്ടോ. സോ മറ്റടുത്ത റിലാക്സ്, ഇവിടെ എന്ത് ചെയ്യുന്നു, അവിടെ കംപ്രഷൻ നടക്കുന്നു എന്നുള്ളതാണ്. സോ റെഗുലേഷൻ ഓഫ് കൊറോണറി ബ്ലഡ് ഫ്ലോ, ഈ ഒരു ബ്ലഡ് ഫ്ലോയ്ക്ക് എന്തെങ്കിലും റെഗുലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റിൽ റെഗുലേറ്റ് ചെയ്യാറുണ്ടോ എന്നാലുണ്ട്. ഓക്സിജൻ ഡിമാൻഡ്, മേജർ ഡിറ്റർമിനന്റ് ഓഫ് കൊറോണറി ബ്ലഡ് ഫ്ലോ, അതായത് കൊറോണറി ബ്ലഡ് ഫ്ലോ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, എത്രത്തോളം ഉണ്ടായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഓക്സിജൻ ഡിമാൻഡ് അനുസരിച്ചാണ്. ആൻഡ് റിയാക്റ്റീവ് ഹൈപ്പർമിയ, ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ ആഫ്റ്റർ ടെമ്പററി ഒക്ലൂഷൻ. സോ ടെമ്പററി ഒക്ലൂഷന് ശേഷം എന്ത് ചെയ്യാറുണ്ട്, ബ്ലഡ് ഫ്ലോ കൂടാറുണ്ട് എന്നുള്ളതാണ്. അപ്പം മനസ്സിലാക്കേണ്ടത് ഓരോന്നും എന്തിനാണ്, അല്ലെങ്കിൽ ഇതെന്തിനാണ്, അതെന്തിനാണ് എന്നുള്ളത് വേണം മനസ്സിലാക്കേണ്ടത്. ഓരോന്നിൻ്റെയും ബേസ് ചെയ്ത് എന്ത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഡിമാൻഡ് അനുസരിച്ചിട്ടാണ്. എന്താണ് ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. പിന്നെന്താണ്, ടെമ്പററി ഒക്ലൂഷൻ ആണ്. സോ ബേസിക്കലി എ ടെസ്റ്റ് പെർഫോം ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ ബ്ലഡ് ഫ്ലോ ടു ദ ബ്രെയിൻ ആൻഡ് ഇൻഡിവിജ്വൽ എബിലിറ്റി ഓഫ് എ പേഷ്യൻറ്റ് ടു അഡാപ്റ്റ് എ ലോസ് ഓഫ് സെർട്ടൻ ആർട്ടറി. സോ നമ്മുടെ ബ്ലഡ് ഫ്ലോ ടു ബ്രെയിൻ ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഓട്ടോണോമിക് റെഗുലേഷൻസ് ആണ്. അവിടെ ഡയറക്റ്റ് കൺട്രോൾ, ന്യൂറോ ട്രാൻസ്മിറ്റർ ലൈക്ക് ACH, നോർ എപ്പിനെഫ്രിൻ റെഡ്യൂസ് കൊറോണറി ബ്ലഡ് ഫ്ലോ. ചില സമയത്ത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ബ്ലഡ് ഫ്ലോ കുറയ്ക്കാറുണ്ട്. ആൻഡ് ഇൻഡയറക്റ്റ് കൺട്രോൾ ഉണ്ടാവാറുണ്ട്, സിമ്പതറ്റിക് സ്റ്റിമുലേഷൻസ് ഉണ്ടാവാറുണ്ടല്ലോ, ആ സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, കൊറോണറി ബ്ലഡ് ഫ്ലോനെ അഫക്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് സംഭവം എന്ന് മനസ്സിലായി. സിസ്റ്റോൾ, ഡയസ്റ്റോൾ ആണ്. ഓക്സിജൻ ഡിമാൻഡ് ആൻഡ് ടെമ്പററി ഒക്ലൂഷൻ ആൻഡ് ഓട്ടോണോമിക് റെഗുലേഷൻസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആണ്. ആൻഡ് ഡയസ്റ്റോൾ റിലാക്സേഷൻ, സിസ്റ്റോൾ ആണെങ്കിൽ മയോകാർഡിയൽ പ്രഷർ കൂടുതലായിരിക്കും, കൺട്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കംപ്രഷൻ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാം.
ഇനി ബ്ലഡ് പ്രഷർ. എന്താ ബ്ലഡ് പ്രഷർ? പ്രഷർ എക്സേർട്ട് ബൈ സർക്കുലേറ്റിംഗ് ബ്ലഡ് ഓൺ ആർട്ടറി വാൾവ്. സോ നമ്മുടെ ആർട്ടറി വാളിലേക്ക് എത്രത്തോളം പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടോ അതിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയാം. ഡ്രൈവിംഗ് ഫോഴ്സ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ആയിരിക്കും. എലാസ്റ്റിക് ആർട്ടറീസ് എക്സ്പാൻഡ് ആൻഡ് റീകോയിൽ ടു മെയിൻ കണ്ടിന്യൂസ് ബ്ലഡ് ഫ്ലോ. അവിടെ കണ്ടിന്യൂസ് ബ്ലഡ് ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്പാൻഡ് ചെയ്ത് റീകോയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ബ്ലഡ് പ്രഷർ വാല്യൂസ് നിങ്ങൾക്ക് അറിയാം. സിസ്റ്റോളിക് പ്രഷർ ആണെങ്കിൽ 120 mmHg അയോട്ട, ഡയസ്റ്റോളിക് ആണെങ്കിൽ 80. ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ബ്ലഡ് പ്രഷർ. സോ എങ്ങനെയാണ് നമുക്ക് ബ്ലഡ് പ്രഷർ അറിയാൻ പറ്റുക? സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ് നമ്മൾ അറിയുന്നത്. എങ്ങനെയാണ്? സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. സോ നോർമൽ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 ലിറ്റർ പെർ മിനിമം ആണ്. ഒരു മിനിറ്റിൽ 5 ലിറ്റർ ആണ് എന്ത് നോർമൽ കാർഡിയാക് ഔട്ട്പുട്ട്. അതായത് സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. ഹാർട്ട് റേറ്റും സ്ട്രോക്ക് വോളിയം ആണ് പറയുന്നത്. ആൻഡ് SV എന്ന് പറയുന്നത് സ്ട്രോക്ക് വോളിയം ബ്ലഡ് പമ്പ് പെർ ഹാർട്ട് ബീറ്റ്. ഒരു ഹാർട്ട് ബീറ്റിന് എത്ര ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരൊറ്റ ഹാർട്ട് ബീറ്റിൽ അല്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഹാർട്ട് അടിക്കുമ്പോൾ തന്നെ 70 ml വരുന്നു. സോ HR ബീറ്റ്സ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര ഹാർട്ട് പ്രാവശ്യം ഇടിക്കുന്നു? 70 പ്രാവശ്യം ഇടിക്കുന്നു. അപ്പം ഈ 70 പ്രാവശ്യം ഇടിക്കുമ്പോൾ അതിൽ ഓരോ ഹാർട്ട് ബീറ്റിലും 70 ml. അപ്പോൾ 70 ml ഇൻറ്റു 72 ആണ്. അപ്പോൾ അങ്ങനെ 5 ലിറ്റർ വന്നത് കേട്ടോ. സോ വാസ്കുലർ റെസിസ്റ്റൻസ് ആണ് റെഗുലേറ്റ് അറ്റ് ദ ലെവൽ ഓഫ് ആർട്ടറിയോൾസ് ആൻഡ് ഇൻഫ്ലുവൻസ് ബൈ ന്യൂറൽ ആൻഡ് ഹോർമോൺ ഇൻപുട്സ്. സോ വാസ്കുലർ റെസിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് എന്താണ്? റെഗുലേറ്റ് ചെയ്യുന്നത് ലെവൽ ഓഫ് ആർട്ടറിയോൾസ് കാരണമാകാം, ഇല്ലെങ്കിൽ ഹോർമോണൽ ഇൻപുട്സ് കാരണമാകാം. ചില ആൾക്കാരിൽ ഈ ഹോർമോണൽ ഇൻപുട്സ് കാരണം എന്ത് ചെയ്യാറുണ്ട്? ഈ വാസ്കുലർ റെസിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബ്ലഡ് പ്രഷർ ഉണ്ടാവാറുണ്ട്. ആൻഡ് ബ്ലഡ് വോളിയം റെഗുലേഷൻ. സോ ബ്ലഡിന്റെ വോളിയത്തിൽ റെഗുലേറ്റ് ചെയ്യാറുണ്ടോ? ഉണ്ട് കേട്ടോ. റീനൽ സോഡിയം എക്സ്ക്രീഷൻ അബ്സോർപ്ഷൻ. നമ്മളെ ബോഡിയിൽ സോഡിയത്തിന്റെ അളവിന് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട് ബിപിയുടെ കാര്യത്തിൽ. അപ്പോൾ തന്നെ റീനൽ സോഡിയം എക്സ്ക്രീഷൻ അബ്സോർപ്ഷൻ പ്രത്യേക ഉപയോഗമുണ്ട്. ആൻഡ് RAAS റെനിൻ ആൻജിയോടെൻസിൻ അൾഡോസ്റ്ററോൺ സിസ്റ്റത്തിനും എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാനും ആക്ടിവേറ്റ് ചെയ്യാൻ പോലും, ലോ ബ്ലഡ് പ്രഷറിനെ പോലും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആക്ടിവേറ്റ് ബൈ ലോ ബ്ലഡ് പ്രഷർ കേട്ടോ. അപ്പം ലോ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ RAAS സിസ്റ്റം ആക്ടിവേറ്റ് ആവാറുണ്ട്. ഓക്കെ, ഇത്രയുമാണ് കാര്യങ്ങൾ. നെക്സ്റ്റ് ഇലക്ട്രോ ഫിസിയോളജി ഓഫ് ഹാർട്ട് ആണ്. ഹാർട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഇത് മിക്കവാറും ഒക്കെ 5 മാർക്കൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ കാർഡിയക് മസിൽ ഫൈബേഴ്സ്. സോ ഏട്രിയൽ ആൻഡ് വെൻട്രിക്കുലർ മസിൽസ് കോൺട്രാക്ട് സിമിലർലി ടു സ്കെലറ്റൽ മസിൽ ബട്ട് വിത്ത് ലോങ്ങർ കോൺട്രാക്ഷൻ ഡ്യൂറേഷൻ. സോ നമ്മുടെ മസിൽസ് ഒക്കെ എങ്ങനെയാണോ കൺട്രാക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇത് കൺട്രാക്ട് ചെയ്യുക, പക്ഷേ ലോങ്ങർ ഡ്യൂറേഷനിലായിരിക്കും, അല്ലെങ്കിൽ ലോങ്ങർ കൺട്രാക്ഷൻ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. ആൻഡ് സ്പെഷ്യലൈസ്ഡ് എക്സൈറ്റേറ്ററി ആൻഡ് കണ്ടക്റ്റീവ് ഫൈബേഴ്സ്. വീക്ക് കോൺട്രാക്ഷൻ ബട്ട് ജനറേറ്റ് റിതമിക് ഇലക്ട്രിക്കൽ ഇമ്പൾസ്. കണ്ടോ, വീക്ക് കോൺട്രാക്ഷൻ ആയിരിക്കും, എന്നാൽ തന്നെയും റിതമിക് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിരിക്കും. ഒരു പ്രോപ്പർ റിതമിക് ആയിട്ടായിരിക്കും അവിടെ ഇമ്പൾസ് ഫോം ചെയ്യുക. ഈ ഇമ്പൾസ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യുക? നമുക്ക് കൺട്രാക്ഷനും റിലാക്സേഷൻ ഉണ്ടായിരിക്കുക. സോ ഫേസ് 0 ഉണ്ട്. റാപ്പിഡ് ഡീപോളറൈസേഷൻ പറയും. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് അതിലൂടെ കാര്യമായിട്ടുണ്ട്, പക്ഷേ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എക്സാമിന് എഴുതിയേ പറ്റുള്ളൂ. സോ എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഓപ്പൺ വോൾട്ടേജ് ഗേറ്റ് Na+ ചാനൽ. സോ Na+ ചാനലിന്റെ ഓപ്പണിംഗ് ആണ്. ആൻഡ് Na+ ഇൻഫ്ലുവൻസ് ഡീപോളറൈസിങ് ദ മെംബ്രെയിൻ. അവിടെ Na+ ഇൻഫ്ലക്സ് ഉണ്ടാവുന്നു. ആൻഡ് ഫേസ് 1 ആണെങ്കിൽ എയർലി റീപോളറൈസേഷൻ എന്ന് പറയുന്നു. Na+ ചാനൽ ഇനാക്ടിവേറ്റ് ആവുന്നു. ഓൾറെഡി ഓപ്പൺ ആയി അത് ഇനാക്ടിവേറ്റ് ആവുന്നു. ഔട്ട്വേർഡ് K+ കറണ്ട് ട്രാൻസിയന്റ്ലി റീപോളറൈസ് ദ മെംബ്രെയിൻ. അങ്ങനെ ഔട്ട്വേർഡ് K+ കറണ്ട് എന്ത് ചെയ്യുന്നു? മെംബ്രെയിൻ റീപോളറൈസ് ചെയ്യുന്നു. ആൻഡ് ഫേസ് 2 പ്ലേറ്റ്യൂ ഫേസ് ആണ്. അവിടെ ബാലൻസ് ആവുകയാണ് ചെയ്യുന്നത്. Ca2+ഉം ഔട്ട്വേർഡ് K+ഉം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ബാലൻസ് ആവും. ഇവിടെയും ബാലൻസ് ആവുകയും അങ്ങനെ മെയിൻറ്റെയിൻ 0 MV പൊട്ടൻഷ്യൽ ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫേസ് 3 ആണെങ്കിൽ റീപോളറൈസേഷൻ ആണ്. അവിടെ കാൽഷ്യം ചാനൽ ക്ലോസ് ആവുന്നു. ഇവിടെ എന്താണ്? കാൽഷ്യം ചാനൽ ക്ലോസ് ആവുകയാണ് ചെയ്യുക. അങ്ങനെ എന്തെന്നു? K+ൻ്റെത് കൂടുതലായിട്ട് കൂടുകയും അങ്ങനെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫേസ് 4 മെംബ്രെയിൻ റിമെയിൻ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അണ്ടിൽ നെക്സ്റ്റ് സ്റ്റിമുലേ. വീണ്ടും സ്റ്റിമുലേ കിട്ടും. അങ്ങനെ റാപ്പിഡ് ഡീപോളറേഷൻ നടക്കുന്നു, പിന്നെ എയർലി റീപോളറേഷൻ നടക്കുന്നു, ആൻഡ് പ്ലേറ്റ്യൂ ഫേസിൽ വരുന്നു, പിന്നെ ഈക്വലി ബാലൻസ് ചെയ്യുന്നു, ആൻഡ് റെസ്റ്റിംഗ് ഫേസിലേക്ക് വരുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നിർബന്ധമായിട്ടും ഇത്രയും പോയിന്റ്സ് പഠിച്ചേ പറ്റുള്ളൂ. ഇത് നിങ്ങളുടെ എക്സാമിൽ ഉണ്ടാവണം. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫീച്ചേഴ്സും ഓരോന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കുക. ഇത് വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാർക്ക് കിട്ടും. സോ കോമ്പറ്റേറ്റീവ് എക്സാംസ് പഠിക്കുന്ന ആൾക്കാർ ഇത് വേണം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ.
സോ ഓട്ടോണോമിക് ഇൻഫ്ലുവൻസ് ഓൺ കാർഡിയക് സിസ്റ്റം. സോ സിമ്പിൾ സിസ്റ്റത്തിലാണെങ്കിൽ എന്ത് ചെയ്യും, ഹാർട്ട് റേറ്റ് കൂടുകയാണ് ചെയ്യുക. സോ കൺട്രാക്ഷൻ കൂടും. ആൻഡ് അതുമാത്രമല്ല നോൺ എപ്പിനെഫ്രിൻ ഒക്കെ ആണെങ്കിൽ ബൈൻഡ് ടു ബീറ്റ 1 അഡ്രിനർജിക് റിസപ്റ്റർ. അതായത് സിമ്പത്തറ്റിക് ആകുമ്പോൾ അറിയാലോ എല്ലാം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഹാർട്ടിൽ കൂടുകയാണ് ചെയ്യുക. പാരസിമ്പത്തറ്റിക് ആണെങ്കിലും എല്ലാം കുറയുകയാണ് ചെയ്യുക. അവിടെ അസിറ്റൽ കൊളൈൻ ആണ് ആൻഡ് മസ്കാർണിക് റിസപ്റ്ററിലേക്ക് ആക്ട് ചെയ്യുക. ആൻഡ് വാഗൽ ടോൺ ഡോമിനേറ്റ് അറ്റ് റെസ്റ്റ്, കീപ് ഹാർട്ട് റേറ്റ് ലോ ആൻഡ് ഇൻട്രൻസിക് പേസ് മേക്കർ റേറ്റ്. സോ വാഗൽ ടോൺ എന്ന് വെച്ചാൽ ഡോമിനന്റ് അറ്റ് റെസ്റ്റ് ആണ് കേട്ടോ. ഹാർട്ട് റേറ്റ് ഒക്കെ ലോ ചെയ്ത് വെക്കും. അത് ഇൻട്രൻസിക് പേസ് മേക്കർ റേറ്റ് എത്രയാണോ, നോർമലി എത്രയാണോ അടിക്കുന്നത് അതിനേക്കാളും താഴ്ത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടുവാണെങ്കിൽ ക്രോണോട്രോപ്പിക് എന്നും ഈനോട്രോപ്പിക് ആണെങ്കിൽ താഴെ നൽകിക്കോട്ടോ. ഈനോട്രോപ്പിക് എഫക്റ്റ് ആണെങ്കിൽ താഴെ എന്നുമാണ്. സോ ഇത്രയുമാണ് നമ്മുടെ ബേസിക് ഫിസിയോളജി ഓഫ് ഹാർട്ട്. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും, ഇടയ്ക്കിടെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നതാണ്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നന്നായിട്ട് ഇത് പഠിക്കുക, റെഫറൻസ് നോട്ടും കൂടെ നോക്കുക. ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിക്കാണും, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം കിട്ടിക്കാണും. ഇത് വെച്ച് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.